പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ഇൻസ്റ്റൻറ്റ് സ്കിൻ ഗ്ലോ ഫേസ് മാസ്ക് ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരുപാട് വലിച്ചു നിൽക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ ഈ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതുകൂടെ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ ഫസ്റ്റ് വേണ്ടത് ക്യാരറ്റാണ്. ഇവിടെ ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇത്രയും ചെറുതായിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ ചോപ്പറിൽ ഇട്ടുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് വന്നത്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ എടുക്കുന്നത് പച്ചരിയുടെ പൊടിയാണ്. എൻ്റെ കയ്യിൽ പച്ചരിയുടെ പൊടിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ അരിപ്പൊടിയാണെങ്കിൽ നോർമൽ അരിപ്പൊടി എടുത്താൽ മതി, പച്ചരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ഈ ക്യാരറ്റ്, അരിഞ്ഞു വെച്ച ക്യാരറ്റ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു സ്മൂത്തി മേക്കറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും, നിങ്ങളുടെ ഫേസിന് എത്ര ആവശ്യമുണ്ടോ അത്രയും ക്വാണ്ടിറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ഒന്നും ആവശ്യമില്ല. നമ്മൾ ഫേസ് മാസ്ക് ആയതുകൊണ്ട് അത്യാവശ്യം കട്ടി വേണം, കുറച്ച് തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തിനാണെന്നറിയാം, ഇത്രയും ചെറുതായിട്ട് ചോപ്പറിലൊക്കെ ഇട്ടിട്ട് ക്യാരറ്റ് അരിഞ്ഞ് തോരൻ വെക്കാനായിരുന്നു. അപ്പോൾ കുറേ ഉണ്ടായതുകൊണ്ട് ഞാൻ വെച്ചു കുറച്ചെടുത്ത് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും ചെറുതായിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണ വെജിറ്റബിൾസ് ഫ്രൂട്ട്സും എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത്, എത്ര വലുപ്പത്തിലാണോ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഞാൻ ഈ ജ്യൂസ് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ കേട്ടോ, വേറെ ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ 2 ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്താലോ? നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ ഒരു സെമി ഡ്രൈ ആവുന്നവരെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഹെയർ മാസ്ക് ആണെങ്കിലും ഫേസ് മാസ്ക് ആണെങ്കിലും എന്താണെങ്കിലും ഒരു സെമി ഡ്രൈ ആവുന്നവരെ വെക്കുക. ഒരുപാട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ നിന്ന് നല്ല സെമി ഡ്രൈ ആവുന്നവരെ വെക്കുക ഫേസ് മാസ്ക്. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫേസ് മാസ്ക് കഴുകിക്കളഞ്ഞു. നോർമൽ വെള്ളത്തിലാണ് കഴുകിക്കളഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുപ്പുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം, ഒരുപാട് തണുപ്പ് പാടില്ല. പിന്നെ നമ്മുടെ ഈ ഫേസ് മാസ്കിൽ യൂസ് ചെയ്തേക്കുന്ന റൈസ് പൗഡർ ആണല്ലോ. അപ്പോൾ റൈസ് പൗഡർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ വെള്ളമൊഴിച്ച് വെറുതെ അങ്ങ് മുഖം കഴുകി കളയരുത്. ഇതിൽ സർക്കുലർ മോഷനിൽ എന്താ പറയുക, കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്നിങ്ങനെ ഒപ്പിക്കൊടുത്തതിന് ശേഷം കുറച്ച് എന്താ പറയുക, കുറച്ച് നേരം ഇങ്ങനെ സർക്കുലർ മോഷനിലൊന്ന് റബ്ബ് ചെയ്തിട്ട് വേണം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫേസിൽ നിന്ന്. ഒറ്റയടിക്ക് നമ്മൾ കഴുകി കളയുമ്പോഴത്തേക്കും എന്തെങ്കിലും നമുക്ക് ഡെഡ് സ്കിൻസ് ഒന്നും പോവില്ല, ഡെഡ് സ്കിൻസ് ഒന്നും റിമൂവ് ആവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റബ്ബ് ചെയ്യുക സർക്കുലർ മോഷനിൽ. എന്നിട്ട് ഇങ്ങനെ ഒരുപാട് റബ്ബ് ചെയ്യരുത്, സർക്കുലർ മോഷനിൽ തന്നെ റബ്ബ് ചെയ്യാൻ നോക്കുക, എന്നിട്ട് കഴുകി കളയാം. ഓക്കെ, ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാനുണ്ട്. എപ്പോഴും ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാസ്ലിൻ്റെ കൊക്കോ ഗ്ലോ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നിന് വളരെ നല്ലതാണ്. നാച്ചുറൽ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.